ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു വരി ഉരുവിട്ടാൽ ആഗ്രഹിക്കുന്ന എന്തും ശിവഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നേടിത്തരും, നടത്തിത്തരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വരി എന്നുള്ളത് അത്ഭുതമായ നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ എത്രയോ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹർഷിമാർ ഉപയോഗിച്ചിരുന്ന ഒരു താളിയോല രഹസ്യമായ ഒരു വരി മന്ത്രമാണ്. ഇത് അത്ഭുതകരമായ ശിവൻ്റെ ഒരു മന്ത്രമാണ്. ഈ മന്ത്രം കൊണ്ട് ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടായി വരുമെന്നുള്ളതാണ്. ഇത് ഞാനീ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ആരും ലോകത്തിൽ പറഞ്ഞു തരത്തില്ല. അത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും ആ മന്ത്രത്തിൻ്റെ രഹസ്യം എന്താണ്, ആ മന്ത്രം എങ്ങനെയാണ് ഉരുവിടേണ്ടത്. ഒരു വരിയേ ഉള്ളൂ, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ്. പിന്നെ ആ മന്ത്രം ജപിച്ച് എഴുതേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. വിശ്വാസത്തോടെ ചെയ്താൽ ഭഗവാന്റെ സർവ്വവിധ അനുഗ്രഹങ്ങളും ലഭിക്കും. ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ കുബേരനും മഹാലക്ഷ്മിക്കും ഒക്കെ സമ്പത്ത് നൽകിയത് ശിവഭഗവാൻ ആണെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഭഗവാൻ വിചാരിച്ചാൽ എന്തും തരാം, എന്തും, എനിത്തിങ്. അവിടെ യാതൊരു അതിർവരമ്പുകളുമില്ല. അപ്പം നിങ്ങളുടെ ഇതറിയാൻ പോകുന്നവരുടെ, ചെയ്യുന്നവരുടെ ഈ നിമിഷം മുതൽ, ഇത് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം മുതൽ, നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ്. ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവർ നല്ല കാര്യമാണ്. ഏതൊരു സാധാരണക്കാരനും എവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറയും. ചെയ്യുന്ന രീതി, നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് വിശ്വാസത്തോടുകൂടി ചെയ്യേണ്ടി വരും. ലളിതമായ കാര്യങ്ങളാണ്. ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പ്രയത്നിക്കാൻ കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ താല്പര്യമുള്ളത് ചെയ്യുക, അല്ലാത്തൊരു ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് വീഡിയോയ്ക്ക് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഈ ഭഗവാന്റെ രഹസ്യ മന്ത്രം, ഈ മന്ത്രം ആര് കാണുന്നോ, ഇത് ആര് കേൾക്കുന്നോ, ഞാൻ പറയുന്ന പോലും അവർ ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരാണ്. യാതൊരു സംശയവും വേണ്ട. നമ്മൾ ചുമ്മാ കുറേ അതും ഇതും കാര്യങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും കാര്യമില്ല. ജീവിതം മാറ്റുന്ന കാര്യങ്ങളുണ്ട്. അതറിയുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ. ഇപ്പം ക്രിയാ ബാബാജി ആണെങ്കിലും അഗസ്ത്യരിന്ന് വിദ്യ കിട്ടിയോണ്ടാണ് ക്രിയാ ബാബാജി ആയത്. അഗസ്ത്യരിന്ന് വിദ്യ കിട്ടിയോണ്ടാണ്. അല്ല അവിടെ ഇവിടെയും കാണുന്ന കാര്യങ്ങൾ ചെയ്താൽ ഒന്നും ആ പരമോന്നതമായ നിലയിൽ ക്രിയാ ബാബാജി എത്തത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലെയുള്ള ഈശ്വരീയമായ ദൈവികമായ നല്ല കാര്യങ്ങൾ അറിയുമ്പോഴാണ് ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടായി തുടങ്ങുന്നത്. അത് നിങ്ങൾ ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ചെയ്യേണ്ട കാര്യം, വൈകിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന ഒരു മന്ത്രം നിങ്ങൾ വാ കൊണ്ട് ഉരുവിടുക. ഒരു തവണ ഉരുവിടുക. വാ കൊണ്ട് ഉരുവിടുമ്പോൾ അത് നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുക. ഇതിന് ചര്യയോ നിഷ്ഠയോ വ്രതമോ ഒന്നുമില്ല. മനഃശുദ്ധി മാത്രം ഉണ്ടായാൽ മതി. പിന്നെ നല്ല കാര്യങ്ങൾ, കർമ്മശുദ്ധി ഉണ്ടാകണം, മനഃശുദ്ധി ഉണ്ടാകണം. നന്മ ചെയ്യണം, നല്ലത് ചിന്തിക്കണം, മനഃശുദ്ധി ഉണ്ടാകണം. അത് മാത്രം മതി. മന്ത്രം ഇതാണ്, ഞാൻ പറഞ്ഞു തരാം. അതോടൊപ്പം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടും. അതോടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഇനി മന്ത്രത്തിന് പുറകിലുള്ള ചില രഹസ്യങ്ങളൂടെ കേട്ടിട്ട് ഇത് ജപിക്കാവുള്ളൂ. ചാടിക്കയറി അങ്ങ് ജപിച്ചേക്കരുത്. അത് അതിൻ്റെ പുറകിലുള്ള ആ രഹസ്യം മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അത് ഫലമുണ്ടാകുന്നത്. അല്ലാതെ ചുമ്മാ അങ്ങ് ചെയ്താൽ ഫലം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആവശ്യമുള്ളവർ അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. മന്ത്രം ഇതാണ്: ഓം റീങ് ശിവ. റീങ് എന്നുള്ള റാ എഴുതി ചുറ്റിക്കെട്ടി വള്ളി ഇടുന്നത് റീ, നാ എഴുതി ചന്ദ്രക്കല, റീങ്. ഓം റീങ് ശിവ. ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. ഈ മന്ത്രം ശിവഭഗവാന്റെ 10,000 അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ശിവനോളം പഴക്കമുള്ള മന്ത്രമാണ്. അത് നമുക്ക് എത്ര നിറത്തിൽ അനാദിയാണ്. അപ്പോൾ ഇത് ഒരു സിദ്ധന്മാരുടെ അല്ലെങ്കിൽ മഹർഷീശ്വരന്മാരുടെ രഹസ്യമായ ചില താളിയോലകളിലുള്ള ഒരു രഹസ്യവിദ്യകളാണ്. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ വഴി സഞ്ചരിച്ച ആളായതുകൊണ്ടാണ്. എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഇപ്പം ശിവയോഗം ചെയ്യുന്നു, സിദ്ധവഴിയിൽ സഞ്ചരിക്കുന്നു. എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ, എല്ലാ ചുമ്മാ അതും ഇതും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ശരിയായ സത്യവിദ്യ ഫോളോ ചെയ്യുന്നു. ആ അറിവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്.
ഈ മന്ത്രം നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായി നിങ്ങൾ ഇത് കിഴക്കോട്ട് തിരിഞ്ഞു വന്നോ പടിഞ്ഞാട്ട് തിരിഞ്ഞു വന്നോ എങ്ങനെ വേണമെങ്കിലും ജപിക്കാൻ, അതിനകത്ത് കുഴപ്പമില്ല. വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ജപിക്കുകയോ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ജപിക്കുകയോ ചെയ്താൽ കുറച്ചുകൂടി നല്ലത്. പിന്നെ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ജപിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ മന്ത്രം ജപിച്ചിട്ട് നിങ്ങൾ ഇപ്പം ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഓം റീം ശിവ ശിവ എന്ന് നിങ്ങൾ വാ കൊണ്ട് ഉച്ചരിക്കണം. ഉച്ചരിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു വീട് സ്ഥലവും വാങ്ങണം. അപ്പം നിങ്ങൾ ഇങ്ങനെ പറയണം. ആദ്യം ഒരു കാലാവധി പറയണം. ഇപ്പോൾ 2026 ജനുവരി മുതൽ 2027 ജനുവരിക്കുള്ളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാലയളവ് പറയുക. അല്ലെങ്കിൽ 2028 ജനുവരിക്കുള്ളിൽ 2 കൊല്ലോ 1 കൊല്ലോ നിങ്ങൾ ഡിപ്പെൻസ്, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പറയുക. നിങ്ങളുടെ സത്യസന്ധമായ രീതിയിൽ പറയുക. ഒരു കാലയളവ് പറഞ്ഞിട്ട് ഈ കാലയളവിനുള്ളിൽ ഞാൻ വീടും സ്ഥലവും വാങ്ങിച്ചിരിക്കും ഉറപ്പ് എന്ന് പറയുക. അപ്പോൾ ഏത് കാര്യവും അപ്പം അങ്ങനെ പറയണം. ഇപ്പം ജോലിയാണെങ്കിൽ എനിക്ക് ഇന്ന ജോലി ലഭിച്ചു എന്ന് പറയണം. അവിടെ കാലയളവ് പറയേണ്ട കാര്യമില്ല. ഇനി കാലയളവ് പറഞ്ഞാലും നല്ലതാണ്. ഒരു ഡേറ്റ് മുതൽ ഒരു ഡേറ്റ് വരെ പറഞ്ഞ് ഇപ്പോൾ ജനുവരി 2026 മുതൽ ഒക്ടോബർ 2026 വരെയുള്ള കാലയളവിനുള്ളിൽ എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു എന്ന് തന്നെ പറയണം. ലഭിക്കുമോ എന്നല്ല, ലഭിച്ചു. വീട് സ്ഥലമാണെങ്കിൽ ഇപ്പോൾ ആ ഒരു കാലയളവിനുള്ളിൽ ഞാൻ വാങ്ങിച്ചിരിക്കും എന്ന് പറയണം. ഇങ്ങനെ ഏത് കാര്യവും അത് അത്ര ഉറപ്പോടു കൂടി പറയണം. ഇത് നിത്യേന വൈകിട്ട് ചെയ്യുക. ആ കാര്യം നടന്നിരിക്കും. കാരണം ഈ മന്ത്രത്തിന് ആ ഒരു ശക്തിയുണ്ട്. പിന്നെ നിങ്ങൾ അതിനു വേണ്ടി കൂടി പ്രയത്നിക്കുകയും കൂടെ വേണം. ഓം റീം ശിവ ശിവ ഈ മന്ത്രത്തിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. കൂടാതെ നിങ്ങളുടെ ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് ഈ മന്ത്രം ആദ്യം എഴുതണം. ഓം റീം ശിവ ശിവ. എന്നിട്ട് താഴെ നിങ്ങൾക്ക് നടക്കാനുള്ള കാര്യം ഒരു കാലയളവ് എഴുതണം. ഇപ്പോൾ 2026 ജനുവരി മുതൽ 2029 ജനുവരി വരെ 3 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം ഒരു വീട് സ്ഥലവും വാങ്ങണം. വീട് സ്ഥലവും ഞാൻ ഈ കാലയളവിനുള്ളിൽ വാങ്ങിച്ചിരിക്കും ഉറപ്പ്. ഇനി ജോലി അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ആർക്കെങ്കിലും സ്വർണം കൊടുത്ത് കിട്ടാനുണ്ട്, അതൊരു കാലയളവ്, ഈ കാലയളവിനുള്ളിൽ എനിക്ക് സ്വർണം തിരിച്ചു കിട്ടിയിരിക്കും ഉറപ്പ്. ഇങ്ങനെ പിന്നെ ഇപ്പം ജോലി കിട്ടുന്നതാണെങ്കിൽ കിട്ടിയെന്ന് തന്നെ എഴുതി വെക്കണം. ഇങ്ങനെ ഏത് കാര്യവും നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ കിടക്കുന്നതിൻ്റെ ആ മുറിയിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കാണത്തക്ക രീതിയിൽ ചെറുതായിട്ട് അത് ഭിത്തിയിൽ ഒട്ടിക്കുക. ഡബിൾ ടൈപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് ഒട്ടിക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ചിട്ട് ആ കാര്യം പറയുന്നതോടൊപ്പം അത് കഴിഞ്ഞ് ആ ഭിത്തി ഇരിക്കുന്ന പേപ്പറെ ഒന്ന് നോക്കുക. വൈകിട്ട് കിടക്കുമ്പോൾ ആ ഭിത്തി ഇരിക്കുന്ന പേപ്പറെ നോക്കിയിട്ട് നിങ്ങൾ ഈ മന്ത്രം ഒരു വരി ജപിച്ചിട്ട് നിങ്ങളുടെ കാര്യം വാഗൊണ്ട് തന്നെ പറയണം. ഇപ്പോൾ ഏത് കാര്യമാണേലും അത് ഒന്നുകിൽ നടന്നിരിക്കുമെന്ന് ഉറപ്പെന്ന് പറയണം, അല്ലെങ്കിൽ അത് നടന്നു എന്ന് പറയണം. ഈ രണ്ടിലേതെങ്കിലും ഒരു രീതി വേണം പറയാൻ. നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ എന്തും ശിവഭഗവാൻ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഇത് നമ്മൾ പല കാര്യങ്ങളും ഇത് നേടിയെടുത്ത ചില വിദ്യകളാണ് ഈ പറഞ്ഞു തരുന്നത്. ഓം റീം ശിവ ശിവ. ഇനിയും ഒരു കാര്യം നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോ, ഞാൻ പറഞ്ഞുതരാം. അപ്പം അത്രമേൽ ധൈര്യം ഉണ്ടായിട്ടല്ലേ പരീക്ഷിച്ച് നോക്കിക്കോളാൻ പറയുന്നത്. പരീക്ഷിച്ച് നോക്കൂ. ഓം റീം ശിവ ശിവ എന്ന മന്ത്രത്തിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. അതായത് എന്താ പറയുക, നമ്മളിവിടെ മന്ത്രങ്ങളിലൊക്കെ എപ്പോഴും റീങ്ങെന്നും ഉങ്ങെന്നും ചിങ്ങെന്നും വങ്ങെന്നും ഒക്കെ പല സിദ്ധമന്ത്രങ്ങളിലും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പലരോടും ചോദിച്ചാൽ ഇതിൻ്റെ പുറകിലുള്ള ചില രഹസ്യങ്ങളുണ്ട്. അതായത് റീങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ധനഞ്ജയൻ എന്ന് പറയുന്ന കാറ്റ്, അത് നമ്മുടെ നട്ടലിൽ കൂടെ സഹസ്രാരത്തിലേക്ക് വരും, ഉച്ചിയുടെ ഭാഗത്തേക്ക് വരും. റീങ് എന്ന് ഉച്ചരിക്കുമ്പോൾ ധനഞ്ജയൻ മുകളിലേക്ക്, ധനഞ്ജയൻ എന്ന പ്രാണൻ്റെ ആ ഊർജം നമ്മുടെ നട്ടലിൻ്റെ മൂലാധാരത്തിൽ ആ ഭാഗത്തു നിന്നും, നട്ടലിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗത്തു നിന്നും നട്ടൽ വഴി സഹസ്രാരത്തിലേക്ക് എത്തും. ഇനി നിങ്ങൾക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കിയോ. ഞാൻ പറയുന്നത്, നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് റീങ് 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 എന്ന് വാഗൊണ്ട് ഉച്ചരിക്കുക. ഉച്ചരിക്കുമ്പോൾ നട്ടലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തു നിന്നും ഒരു സ്വർണ്ണ നിറമുള്ള അല്ലെങ്കിൽ മഞ്ഞപ്രകാശം അല്ലെങ്കിൽ സ്വർണ്ണപ്രകാശം ഈ നട്ടലിൻ്റെ മുകളിൽ കൂടി നിങ്ങളുടെ ഉച്ചിയിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിച്ച് കണ്ണ് തുറന്ന് വാഗൊണ്ട് റീങ് 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 എന്ന് ഉച്ചരിക്കുക. അത് മനസ്സിരുത്തി ഉച്ചരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങളിൽ മനസ്സ് പോകരുത്. അത് ഉച്ചരിക്കുമ്പോൾ നട്ടലിൻ്റെ താഴെ നിന്നൊരു സ്വർണ്ണ നിറമുള്ള പ്രകാശം
നട്ടലിൽ കൂടെ നിങ്ങളുടെ ഉച്ചി വരുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഉച്ചരിച്ചിട്ട് നിങ്ങൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങി പോവുക. നിങ്ങളെ പലരും ഇങ്ങോട്ട് അതുവരെ കണ്ടിട്ടും നിങ്ങളെ പരിചയം ഉണ്ടായിട്ടും മിണ്ടാത്തവർ ഇങ്ങോട്ട് കയറി മിണ്ടും, പരിചയമില്ലാത്തവർ ചിരിച്ചു കാണിക്കും. പരീക്ഷിച്ച് നോക്കും. അപ്പം മനസ്സിലാകുന്ന റീങ്ങിൻ്റെ ശക്തിയാണ്. അത് മനസ്സിലായാൽ ഞാൻ പറയുന്ന ബാക്കി കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഓം റീങ് ശിവശിവ എന്നുള്ള മന്ത്രം ഏറ്റവും ശിവഭഗവാന്റെ അത്ഭുത ശക്തിയുള്ള രഹസ്യ മന്ത്രമാണ്. ഈ മന്ത്രത്തെക്കുറിച്ച് പലർക്കും കേട്ട് കേൾവി പോലും കാണത്തില്ല. എങ്ങനെ കേട്ട് കേൾവി ഉണ്ടാകാനാ? അതാ വഴി സഞ്ചരിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. ചുമ്മാ നമ്മൾ അതും ഇതൊന്നും പറയുന്നാൽ ഈ സംഭവമൊന്നും കിട്ടത്തില്ല. ഇത് ശിവന്റെ വഴിയാണ്, സത്യമുള്ള വഴിയാണ്, സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഓം റീങ് ശിവശിവ എന്ന് ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ മൂലാധാരത്തിൽ നിന്നുള്ള ആ ധനഞ്ജയൻ എന്ന് പറയുന്ന ആ പ്രാണൻ മുകളിലേക്ക്, അത് നമ്മൾ സങ്കല്പിക്കണം. ഒരു സ്വർണ്ണ നിറം നട്ടലിൻ്റെ മൂലാധാരത്തു നിന്നും ഇത് ജപിക്കുന്നതോടൊപ്പം സങ്കല്പിക്കണം. നട്ടലിൻ്റെ മൂലാധാരത്തു നിന്ന് ഒരു സ്വർണ്ണ പ്രകാശം നട്ടലിൽ കൂടി ഈ തലയുടെ ഉച്ചി വരെ വരുന്നതായിട്ട് സങ്കല്പിച്ച് വേണം ഓം റീങ് ശിവശിവ എപ്പം ജപിച്ചാലും ജപിക്കാൻ. നിങ്ങളുടെ ഏത് ആഗ്രഹവും നടന്നു കിട്ടും. അപാരമായ വശ്യമാണ്. ഭഗവാൻ നിങ്ങളിലേക്ക് വരും. പിന്നെ എഴുതി വെക്കേണ്ടവർക്ക് എഴുതി കൂടെ വെക്കാം, ഞാൻ പറഞ്ഞ രീതിയിൽ. ഇത് അത്ഭുതകരമായ വിദ്യയാണ്. മാത്രമല്ല പാപങ്ങൾ ശമിക്കും, കർമ്മദോഷങ്ങൾ മാറും, ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങൾ കിട്ടും, കലഹങ്ങൾ മാറും, സമ്പത്ത് വരാനുള്ള പുതിയ പുതിയ മാർഗങ്ങൾ വരും. പക്ഷെ നമ്മൾ തന്നെ അധ്വാനിക്കണം. ആരും നമ്മളുടെ കൈ കൊണ്ട് തരത്തില്ല. ഈശ്വരൻ എല്ലാ പക്ഷികൾക്കും ആഹാരം കൊടുക്കുന്നുണ്ട്. പക്ഷെ കൂട്ടിക്കൊണ്ട് വെച്ച് കൊടുക്കാറേ ഉള്ളൂ, വായിക്കൊണ്ട് വെച്ച് കൊടുക്കാറില്ല. അത് കണ്ടെത്താനുള്ള ബുദ്ധിയാണ്. അത് പ്രകൃതിയിലെ ഒരു പ്രകൃതി രഹസ്യമാണ്. നമുക്കും ഈശ്വരൻ നമ്മൾ വരുമാനം ഉണ്ടാകാനുള്ള ബുദ്ധി തരും, കഴിവ് തരും, സാഹചര്യം തരും. നമ്മൾ പ്രയോജനപ്പെടുത്തണം, പ്രവർത്തിക്കുകയും കൂടെ വേണം. അല്ലാതെ ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ ക്രിയാകുണ്ടലിന് പ്രാണായാമം എൻ്റെ ഗുരുവിൻ്റെ നിന്ന് സ്വീകരിച്ചു എന്നിട്ട് ഞാൻ ചുമ്മാ ഇരുന്നാൽ എനിക്ക് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകത്തില്ല. ഞാനത് പരിശീലിച്ചാലേ എനിക്ക് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. എവിടെയും പ്രവൃത്തി ആവശ്യമാണ്. പ്രവൃത്തി ഉണ്ടെങ്കിലേ അതിന് നിവൃത്തി ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം. പിന്നെ ഈ മന്ത്രം ഞാനീ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ജപിക്കുക. ഇത് രാവിലെ വൈകിട്ട് കിടക്കപ്പായിരുന്നുകൊണ്ട് ജപിക്കാം, രാവിലെയും കിടക്കപ്പായിരുന്നുകൊണ്ട് ജപിക്കാം. ഇവിടെ എഴുതി വെക്കാം. ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കുക. ഇത് എപ്പോൾ ഈ മന്ത്രം ജപിച്ചാലും നട്ടലിൻ്റെ അടിയിൽ നിന്ന് ഏറ്റവും മൂലാധാരം എന്ന് പറഞ്ഞ ചക്രത്തിൽ നിന്ന്, നട്ടലിൻ്റെ ഏറ്റവും അടിയിലുള്ള ഭാഗത്തു നിന്നും സ്വർണ്ണപ്രകാശം നട്ടലിലൂടെ മുകളിലേക്ക് വന്ന് ഉച്ചിയിൽ സഹസ്രാരത്തിൽ വരുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് വേണം ഈ മന്ത്രം ജപിക്കാം. വാഗുകൊണ്ട് ജപിച്ചാൽ മതി, മനസ്സ് ജപിക്കണ്ട. 1 തവണയോ 3 തവണയോ 5 മിനിറ്റോ 1 മിനിറ്റോ എത്ര വേണേലും ജപിക്കാം. എത്രയും കൂടുതൽ ജപിക്കുന്നോ അത്രയും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തും. ഭഗവാൻ ഓടി വരുമെന്നൊക്കെ പറഞ്ഞാൽ ഭഗവാന് ഇത് അച്ചട്ടായിട്ട് നിങ്ങളിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം ഓടി വരിക തന്നെ ചെയ്യും. അതുപോലെയുള്ളൊരു കാര്യം പറഞ്ഞു തരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അറിയേണ്ട കാര്യങ്ങൾ അറിയുമ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടോ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടോ ഒരു കാര്യമില്ല. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഭഗവാന്റെ അപാരമായ അനുഗ്രഹം ഉണ്ടാകും. ഓം റീങ് ശിവശിവ. പിന്നെ ശിവശിവ എന്നുള്ള മന്ത്രം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് യാതൊരു കാര്യമില്ല. ശിവശിവ എങ്കിലർ തീവിണയാളർ, ശിവശിവ എന്ത്രട തീവിണയുമാലും, ശിവശിവ എന്ത്രട തേവരുമാവർ, ശിവശിവ എന്ന ശിവഗതി താനേ. എന്ന് വെച്ചാൽ ശിവ ശിവ എന്ന 2 അക്ഷരം ഉരുവിട്ടാൽ തന്നെ ആ വ്യക്തിയുടെ മുൻജന്മ പാപങ്ങൾ ഇല്ലാതാകും. ഈ ജന്മത്തിലും പാപം ചെയ്യാൻ അവസരം ഉണ്ടാകത്തില്ല. മാത്രമല്ല ശിവശിവ എന്ന് ഉച്ചരിക്കുന്ന ആൾ ശിവനായി ഈശ്വരനായി തീരും എന്നുള്ളതാണ് തിരുമൂലർ പറയുന്നത്. ആ ഓം റീങ് ശിവശിവ, റീങ്ങിൻ്റെ ഓമിൻ്റെ കൂടെ റീങ് ചേരുന്നു, റീങ്ങിൻ്റെ കൂടെ ശിവശിവ ചേരുന്നു. ഇത്രയും ചേരുമ്പോൾ ഈ മന്ത്രത്തിന് അത്ഭുതകരമായ ഒരുപാട് ശക്തികൾ കൈവരുന്നു എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു രഹസ്യം. ഈ മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരണോ വേണ്ടയോ എന്ന് ഞാൻ പലതവണ ആലോചിച്ചു. അപ്പോൾ എനിക്ക് അത് പറഞ്ഞു തരണം എന്നുള്ള ഒരു ഭഗവാൻ മനസ്സിൽ തോന്നിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. നിങ്ങൾക്ക് ഗുണം ചെയ്യും, യാതൊരു സംശയവും വേണ്ട. അതുപോലെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഓം നർപ്പവി നർപ്പവി നർപ്പവി, നർപ്പവി എന്ന് വെച്ചാൽ നല്ലത് ഭവിക്കട്ടെ, ആ മന്ത്രം ജപിക്കണം. കാകാപുഷുണ്ടർ, സിദ്ധന്മാരുടെ സിദ്ധൻ.
കാകാപുശുണ്ടരുടെ മന്ത്രമാണ്. ഈ ഓം നർപ്പവി നർപ്പവി എന്ന് ആര് പറയുന്നു അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും വിശ്വാസത്തോടെ. അതൊരു മന്ത്രമാണ്, സിദ്ധമന്ത്രമാണ്. അതും നിങ്ങൾക്ക് ചെല്ലാം. ഞാൻ വീഡിയോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും നല്ലത് വരണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതൊക്കെ ദൈവികമായ അറിവുകളാണ്. പലപ്പോഴും പലരും തുരീയത്തെക്കുറിച്ച് പറയാറുണ്ട്. പലയിടത്തും ഇപ്പം കേൾക്കുന്നുണ്ട് തുരീയം. സ്വപ്നം, ജാഗ്രത്, സുഷുപ്തി, തുരീയം. ഈ തുരീയത്തെക്കുറിച്ച് ശരിക്കും തുരീയം അനുഭവിക്കുന്ന വ്യക്തികളല്ല, ഈശ്വരന്മാർ തന്നെയാണ്. അവധൂതന്മാരാണ് തുരീയ അവസ്ഥ അനുഭവിക്കുന്നവർ. ഒരവധൂതൻ പോലും തുരീയത്തെക്കുറിച്ച് ഇന്ന് വരെ പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? പ്രസംഗിക്കാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. അപ്പം പിന്നെ തുരീയത്തെക്കുറിച്ച് പറയുന്നവരോ അത് അനുഭവിക്കുന്നവരല്ല എന്നുള്ളതാണ്. തുരീയം വിത്തൗട്ട് എക്സ്പ്ലെയിൻ, അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. അതൊരവസ്ഥയാണ്. അത് അവധൂതന്മാർ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിപ്പോൾ എവിടെ നോക്കിയാലും തുരീയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ കേൾക്കുന്നുണ്ട്. അത് അനുഭവിച്ചവന് പറയാൻ പറ്റത്തില്ല. അപ്പം പറയുന്നത് എന്താണെന്ന് ആലോചിച്ചാൽ മതി. അനുഭവിച്ചവർക്കത് പറയാൻ പറ്റത്തില്ല. അതാണ് തുരീയം. അതൊരവസ്ഥയാണ്. അഗസ്ത്യർ പറഞ്ഞിട്ടുണ്ട്, കണ്ടവനോ മിണ്ടില്ല, മിണ്ടിയവനോ കണ്ടിട്ടുമില്ല. എന്തുവാ? ആ ഉള്ളിലുള്ള ഈശ്വരനെ, ആ തുരീയം, അത് കണ്ടവനൊട്ട് മിണ്ടത്തില്ല. എന്നുവെച്ചാൽ ഉള്ളിൽ അത് അനുഭവിച്ചവൻ സംസാരിക്കത്തില്ല, അതേക്കുറിച്ച് പറയത്തില്ല. എന്നാൽ മിണ്ടിയവനോ ഒട്ട് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് നേരുള്ള കാര്യങ്ങളെ എപ്പോഴും ഫോളോ ചെയ്യുക. നമുക്ക് ഈശ്വരൻ ബുദ്ധി തന്നിട്ടുണ്ട്. നമ്മൾ ഏത് കാര്യം ആര് പറഞ്ഞാലും അപ്പടി എടുത്ത് വിഴുങ്ങരുത്. സ്വയം ചിന്തിക്കുക. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക, അല്ലാത്ത കാര്യങ്ങളെ അതിൻ്റെ വഴിക്ക് വിടുക. ജീവിതത്തിൽ ഏറ്റവും വലിയ നാശം എന്നാണെന്നറിയോ? അറിവില്ലാത്തതോ വിദ്യാഭ്യാസമില്ലാത്തതോ ഒന്നുമല്ല, കഴിവില്ലാത്തതൊന്നുമല്ല, തെറ്റായ കാര്യങ്ങളെ ഫോളോ ചെയ്യുന്നതാണ്. തെറ്റായ അറിവുകളെ ഫോളോ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം. ഒരു ഭ്രാന്തനെ ഫോളോ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ ഒരു ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരെ ഫോളോ ചെയ്താൽ ആ ഫോളോ ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്തുടരുന്ന ആളുകളുടെ അവസ്ഥ എന്താ എന്ന് പറഞ്ഞ പോലെ തെറ്റായ അറിവുകളെ ഫോളോ ചെയ്യുന്നവരെല്ലാം നശിച്ചിട്ടുണ്ട്. ശരിയായ കാര്യങ്ങളെ ഫോളോ ചെയ്യുന്നവരെല്ലാം ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിച്ച് ജീവിതത്തിൽ ഉയർച്ച എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്നത്, ഇപ്പം ഞാനെന്നല്ല, ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. ആര് നല്ലത് പറഞ്ഞാലും ഫോളോ ചെയ്യാം. നിങ്ങളുടെ ബുദ്ധിക്ക് കൂടെ ആലോചിക്കുക, ശരിയാണോ തെറ്റാണോ. ഇന്ന് നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും ശരിയാണെന്ന് തോന്നിയാൽ നല്ലതാണെങ്കിൽ മാത്രം സ്വീകരിക്കുക, അല്ലെങ്കിൽ വിട്ടുകളയുക. അത് ഞാനെന്നല്ല ആര് പറഞ്ഞാലും. എനിക്ക് ശരിക്കും ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ലോകം ഉണ്ടായപ്പം തൊട്ട് നല്ലതും ചീത്തയുമുണ്ട്. ഇപ്പം നമ്മൾ കൃഷിക്ക് ഈ നെല്ല് വിതച്ചാൽ തന്നെ അതിനകത്ത് കള വരും. അത് പ്രകൃതി നിയമമാണ്. കള നമ്മൾ എന്ത് ചെയ്യും? പറിച്ചു കളയും. അതുപോലെ നമ്മുടെ മുന്നിൽ നല്ലതും ചീത്തയും വരും. ചീത്ത കാര്യങ്ങളെ നമ്മൾ മനസ്സിൽ നിന്ന് പറിച്ചു കളയുക, നല്ല കാര്യങ്ങളെ മനസ്സിലേക്ക് പാകുക, വിത്ത് പാകുന്ന പോലെ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നവർക്കുള്ളതാണ് ഈ ലോകം. ഒരിക്കലും നല്ല ഈശ്വരീയമായ കാര്യങ്ങളെ അറിഞ്ഞവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അതെപ്പോഴും ഓർത്തുകൊള്ളുക. ഇപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല, മൊബൈൽ കംപ്ലൈൻ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോഴാണ് മൊബൈൽ ശരിയാക്കി കിട്ടിയത്, അപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പം ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ ലോകത്തിലാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഈ ആത്മീയ രഹസ്യങ്ങൾ, ഇത് ശിവൻ്റെ വഴിയാണ്. ഞാൻ ഓരോ ശാസ്ത്രത്തിലും ശിവവിദ്യ ചെയ്യുന്ന ആളാണ്, ശിവനെ അനുഭവിക്കുന്ന ആളാണ്. പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്കെല്ലാം നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ നമശിവായ എന്ന 5 അക്ഷരത്തിൽ തന്നെ ഉണ്ട് എല്ലാ രഹസ്യങ്ങളും. നമശിവായ എന്ന 5 അക്ഷരത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാണ്. യെസ്, പഞ്ചഭൂതങ്ങൾ തന്നെയാണ്, പക്ഷെ അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമശിവായ, ശിവായ നമ, ശിവായ ശിവ, ശിവശിവ ശി. ഇതാണ് രഹസ്യ പഞ്ചാക്ഷരങ്ങൾ. ഇതിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞാൽ, ഇതിനെ പലർക്കും അറിയാം, അതല്ല അറിവ്. ശരിയായിട്ട് അറിഞ്ഞാൽ അത് ശിവമയമാണ്. അവിടെ ചോദ്യമില്ല, ഉത്തരവില്ല, ഞാനെന്നുള്ള അഹങ്കാരമില്ല, അഭിമാനമില്ല. ആ ശുദ്ധ ബോധത്തിൽ ഭഗവാനെ അനുഭവിക്കാൻ പറ്റും.
അപ്പം ഞാൻ പറ്റുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് ശിവശിവയുടെ രഹസ്യം പറഞ്ഞു. പിന്നെ എല്ലാവരും പലപ്പോഴും പറയാറുണ്ട് ശിവലിംഗത്തെക്കുറിച്ച് പറയാറുണ്ട്. എൻ്റെ അറിവ് ഞാൻ പറഞ്ഞുതരാം. ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവലിംഗം ശിവനെ പൂജ ചെയ്യുന്നതാണ്, അതിന് ശക്തിയുണ്ട്, അത് ഈശ്വരനാണ്, അതൊക്കെ ശരി തന്നെ. അതിന് മറ്റൊരു തലമുണ്ട്. എന്താണെന്നറിയോ? ശിവലിംഗത്തിന് സർപ്പിളാകൃതിയാണ്, ഇങ്ങനെ അർദ്ധവൃത്താകൃതിയാണ്, താഴെ ഒരു ബേസ് കൊണ്ട് ഇങ്ങനെ യോജിപ്പിച്ചിരിക്കുക. ഇത് ശരിക്കും നമ്മളിലുള്ള ഊർജ്ജബോധത്തെയാണ് കാണിക്കുന്നത്. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്ഷേത്രത്തിൽ ശിവലിംഗമുണ്ട്, അത് ഭഗവാന് പൂജ ചെയ്യുന്നുണ്ട്, ഭഗവാൻ അതിലുണ്ട്, ഈശ്വരനാണ്, അത് അങ്ങനെ തന്നെ, അത് ശരിയാണ്. ഞാൻ നമ്മുടെ ഉള്ളിലെ ഒരു രഹസ്യമാണ് പറയുന്നത്, ശിവൻ്റെ രഹസ്യമാണ് പറഞ്ഞു തരുന്നത്. പല പല തലങ്ങളിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ അകത്തേക്ക് ശ്വാസം പോകുന്നു, വെളിയിലേക്ക് ശ്വാസം പോകുന്നു. നമ്മളുടെ ഈ ഹൃദയചക്രം, അനാഹത ചക്രം നമ്മുടെ മൂക്കിൻ്റെ അവിടുന്ന് 12 അങ്കുലം താഴെ, അവിടെ ഒരു ബ്രഹ്മ കേന്ദ്രമുണ്ട്. മൂക്കിന് വെളിയിലേക്ക് 12 അങ്കുലം, അവിടെ ഒരു ബ്രഹ്മ കേന്ദ്രമുണ്ട്. ഈ 2 ബ്രഹ്മസ്ഥാനങ്ങളിലും ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ ഈ നെഞ്ചിനുള്ളിലെ അനാഹത ചക്രത്തിലെ ആ ബ്രഹ്മസ്ഥാനത്തിൽ ടച്ച് ചെയ്യുന്നു. ശ്വാസം വെളിയിലോട്ട് പോകുമ്പോൾ മൂക്കിന് വെളിയിൽ 12 അങ്കുലം ആ ബ്രഹ്മസ്ഥാനമുണ്ട്, അവിടെ ശ്വാസം ടച്ച് ചെയ്യുന്നു. ഇത് ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സർപ്പിളാകൃതിയാണ്, അർദ്ധവൃത്താകൃതിയാണ്. ഇത് അനന്ത ഇൻഫിനിറ്റിയാണ്. നമ്മുടെ ഉള്ളിൽ ശ്വാസം നമ്മൾ എടുക്കുമ്പോൾ ഈ ബ്രഹ്മസ്ഥാനത്ത് ചെല്ലുമ്പോൾ ആ ശ്വാസം എടുത്തിട്ട് നമ്മൾ വിടുന്നതിന് മുമ്പുള്ള ഒരു നിശ്ചലാവസ്ഥയുണ്ട്, ഒരു ആന്തരിക കുംഭമുണ്ട്. അത് ഈശ്വരനാണ്, അത് ഇൻഫിനിറ്റിയാണ്, അത് ശിവൻ തന്നെയാണ്, അനന്തമാണ്. ഇനി ശ്വാസം വെളിയിലോട്ട് വിട്ട് കഴിഞ്ഞ് ആ വെളിയിലുള്ള 12 അങ്കുലം വെളിയിലുള്ള ബ്രഹ്മസ്ഥാനത്ത് നിന്നും ശ്വാസം എടുക്കുന്നതിന് മുമ്പ് ഒരു കുംഭകമുണ്ട്, അത് ബഹിർകുംഭകമാണ്, അത് ഇൻഫിനിറ്റിയാണ്, അനന്തതയാണ്, അത് ഈശ്വരനാണ്. ഇത് രണ്ടും അറിഞ്ഞു ചെയ്യുന്നവൻ ശിവനെ അറിയുന്നു. അപ്പോൾ ഈ ശിവൻ അനന്തമാണെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്, ശിവൻ ഇൻഫിനിറ്റിയാണെന്ന് പറയുന്ന കാര്യം. ഇത് രണ്ടും ഇൻഫിനിറ്റിയാണ്, അനന്തമാണ്. നമ്മൾക്ക് വിശേഷേന മനസ്സിലാക്കാൻ വേണ്ടി നമ്മളുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന്, നമ്മുടെ കണ്ണിന് പരിമിതിയുണ്ട്, ചെവിക്ക് പരിമിതിയുണ്ട്. ഈ ശബ്ദം നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റുമോ? ചെറിയ ശബ്ദം ഇല്ല. നമ്മുടെ ഒരു കൊതുക് പറക്കുവാണെങ്കിലും ചെവിയിൽ അവിടെ വരുമ്പോഴേ ശബ്ദം കേൾക്കത്തുള്ളൂ, അല്ലാതെ വേറെ പലയിടത്തും പറഞ്ഞാൽ നമ്മളെ ശബ്ദം കേൾക്കുന്നില്ല. അപ്പോഴും ആ ശബ്ദമുണ്ട്. ചെവിക്ക് പരിമിതിയുണ്ട്, കണ്ണിന് പരിമിതിയുണ്ട്. നമ്മളുടെ ഇപ്പോൾ ഒരു ദൂരെ ഒരു കാണുന്ന സ്ഥാനത്തിന് ഒരു വസ്തുവിന് വലിപ്പം കുറഞ്ഞ് നമ്മൾ കാണുന്നത്, കണ്ണിന് പരിമിതിയുണ്ട്. നമ്മൾ കാണുന്ന വലിപ്പം ആയിരിക്കത്തില്ല ആ വസ്തുവിന്. അതുപോലെ നമ്മുടെ ചിന്തയ്ക്കും പരിമിതിയുണ്ട്. അതിന് കോഗ്നിറ്റീവ് എറർ എന്ന് പറയും. നമ്മുടെ ചിന്തയിലും ചില മിസ്റ്റേക്കുകൾ, പരിമിതികളും ഒക്കെ ഉണ്ട്. അപ്പം ഈ പരിമിതികളുള്ള നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ അർദ്ധവൃത്താകൃതിയിലുള്ള ആ എനർജിയെ ഒരു ബേസ് കൊടുത്ത് ശിവലിംഗ ആകൃതിയിൽ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഊർജം തന്നെയാണ് ശിവൻ. ആ ശുദ്ധബോധം തന്നെയാണ് ശിവൻ. ഇങ്ങനെ ശിവലിംഗത്തെ നിങ്ങളൊന്ന് അറിഞ്ഞു നോക്കി. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാനെ ഇത് മനസ്സിലാക്കി ഭഗവാനെ തൊഴിൽ നോക്കി. ഭഗവാനെ അങ്ങ് തന്നെയാണല്ലോ ഞാൻ, എൻ്റെ ഉള്ളിലുള്ള ഊർജവും എന്ന്. നിങ്ങളുടെ തലം മാറും, നിങ്ങളുടെ ലെവല് മാറും. ഇതാണ് അറിയേണ്ടത്, ഇങ്ങനെയാണ് അറിയേണ്ടത്. അവൻ്റെ ജീവിതം മാറും. അറിയേണ്ട പോലെ അറിഞ്ഞാൽ അവൻ്റെ ജീവിതം മാറും. അല്ലെങ്കിൽ പഴയ പോലെ തന്നെ മുന്നോട്ട് പോകും. നിങ്ങളുടെ ഉള്ളിലെ ഊർജം അത് ശിവൻ തന്നെയാണ്, പ്രാണ അപാന ഗതിയാണ്. അതായത് ഉള്ളിലെ വരുന്ന പ്രാണൻ അപാനവായു ഉള്ളിലേക്ക് വന്ന് നെഞ്ചി വരുമ്പോൾ അത് പ്രാണനാകുന്നു, അത് വെളിയിലേക്ക് അപാനനായിട്ട് പോകുന്നു. പ്രാണാപാനൻ്റെ സഞ്ചാരം. അതായത് അപാനവായു ഉള്ളിലേക്ക് വന്ന് പ്രാണനാകുന്നതിന് മുമ്പൊരു ഉള്ള ഒരു സമയമുണ്ട്, അത് ഒരു ആന്തരിക കുംഭകം. ആ കുംഭകം എന്ന് വെച്ചാൽ ആന്തരിക കുംഭകം എന്ന് വെച്ചാൽ നിശ്ചലത. ശ്വാസം എടുത്തു ഉള്ളിൽ വന്ന് അത് പ്രാണൻ നെഞ്ചിൽ വന്ന് അപാനൻ വന്ന് അത് നെഞ്ചിൽ വന്ന് പ്രാണനാകുന്നതിന് മുമ്പ്, പ്രാണൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ സമയമുണ്ട്. അത് ബ്രഹ്മമെന്നറിയുക, അത് ശിവനെന്നറിയുക. ഇനി ഈ പ്രാണൻ വെളിയിലോട്ട് പോയി അത് അപാനനായിട്ട് ആ മൂക്കിന് വെളിയിലുള്ള 12 അങ്കുല സ്ഥാനത്ത് നിൽക്കുമ്പോൾ അത് അവിടെ ഒരു കുംഭകം സംഭവിക്കുന്നുണ്ട്. ഈ പ്രാണൻ അപാനനാകുന്നതിന് മുമ്പ് ഒരു കുംഭകം സംഭവിക്കുന്നുണ്ട്, ഒരു ചെറിയ സമയത്ത് നിശ്ചലത, അതും ബ്രഹ്മം. ഇങ്ങനെ ബ്രഹ്മത്തെ 2 രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അത് അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അവസ്ഥ ഉണ്ടാകുന്നത്. അങ്കുലം നിങ്ങൾ കേൾക്കും. ഈ പലരോടും ഞാൻ അങ്കുലം പലരും പറയുന്ന
പലർക്കും അങ്കുലം എന്നാന്ന് അറിയില്ല, പക്ഷേ അങ്കുലത്തെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ട്. അതാ കുഴപ്പം, ഒന്നും അറിയാതെ പറയുന്ന കുഴപ്പം. ഇപ്പം തുര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, പക്ഷെ തുര്യം അറിഞ്ഞവനൊന്നും മിണ്ടാൻ പറ്റത്തില്ല. അവധൂതന്മാർ തുര്യത്തിലിരിക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്നത് എന്താ? സ്വയം ചിന്തിച്ചു നോക്കുക. അതൊരവസ്ഥയാണ്, സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് തുരീയം എന്ന് പറഞ്ഞാൽ, അവധൂതാവസ്ഥ. അപ്പോൾ ഈ അങ്കുലം എന്ന് വെച്ചാൽ നിങ്ങളുടെ തന്നെ പെരുവിരലിൻ്റെ ഈ ഈ നീളം കണ്ടോ, ഈ വീതി നീളം എന്ന് പറഞ്ഞാൽ ഈ വീതിക്കാണ് ഒരു അങ്കുലം എന്ന് പറയുന്നത്. അവനവൻ്റെ പെരുവിരലിന് ഉള്ള ഈ ഒരു വീതി, ഈ വീതിയുടെ ഈ അളവാണ് ഒരു അങ്കുലം. നമ്മുടെ ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. അവനവൻ്റെ ഗുരുക്കന്മാർ, സത്യഗുരുക്കന്മാർ എന്ത് പറഞ്ഞു അത് ഫോളോ ചെയ്യും, അതിൻ്റെ അകത്ത് തെറ്റില്ല കേട്ടോ. ഗുരു തന്നെയാണ് ബ്രഹ്മം, ഗുരുവിനെ വിശ്വസിക്കണം. സദ്ഗുരുവിൻ്റെ കാര്യമാണ് പറഞ്ഞു. സദ്ഗുരു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ സത്യവിദ്യയെ സത്യമാചരിക്കുന്ന ഗുരുവിനെ, അവനവൻ്റെ ഗുരു ആരാണെങ്കിലും അവർ പറയുന്നതാണ് കേൾക്കേണ്ടത്. ഞാൻ എനിക്ക് കിട്ടിയ വിദ്യകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ. അപ്പം ഗുരു തന്നെയാണ് ബ്രഹ്മം, അതെപ്പോഴും അറിയുക. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ശിവശിവ ശിവോഹം. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. ഓം ശിവം സർവം ശിവോഹം. ഇത് അഘോരികൾ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ്. ഓം ശിവം സർവം ശിവോഹം. ശിവമാണല്ല, ശിവം എന്ന് വെച്ചാൽ ശുദ്ധബോധം കേട്ടോ. ദേഹം ശംഭും ശിവോഹം, ദേഹം ശിവമാണ്. ദേവൻ എൻ്റെ ഈശ്വരൻ, വിഭും ശിവോഹം. ഓം ശിവം ഗുരും പരം ശിവോഹം, ഗുരുവും ശിവനാണ്. ഓം ശിവം സർവം ശിവോഹം. ഇങ്ങനെ തന്നെ ഭഗവാനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ, അല്ലെ ഭഗവാനെ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും. ഇതെല്ലാം എല്ലാവരും നല്ലതിനു വേണ്ടിയാണ് പറയുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.